എന്തായാലും ഒരു സംഗീത പരിപാടിക്ക് നേരെ ആക്രമണം നടത്തി നിരപരാധികളായിട്ടുള്ള നൂറുകണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു പ്രസ്ഥാനം നിലകൊള്ളുന്നത് ഏത് ആശയത്തിന് വേണ്ടിയിട്ടാണോ ആ ആശയത്തിന്റെ പേര് തന്നെയാണ് കേരള സർവകലാശാല യൂണിയൻ ഈ ഒരു കലോത്സവത്തിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യമായിട്ട് മാത്രമേ എനിക്ക് അനുഭവപ്പെടുന്നുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെ ഉണ്ടായിരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒപ്പം കേരള സർവകലാശാല യൂണിയനിലെ എൻ്റെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും നമോവാകം. ഞാനത് പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതെന്താണെന്ന് ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കേരള സർവകലാശാല യൂണിയന്റെ യുവജനോത്സവം നടക്കുകയാണ്. ഈ കലോത്സവത്തിന് പേരിട്ടിരിക്കുന്നത് ഇന്തിഫാദ എന്നാണ്. അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്നാണ് ഇതിനൊരു ടാഗ് ലൈൻ ഇവർ കൊടുത്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്തിഫാദ എന്ന പേര് പ്രതിഷേധത്തിന്റെ സൂചകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗ്ലോബൽ കോൾ ഫോർ ഇന്തിഫാദ എന്ന രീതിയിൽ തന്നെ പറയാറുണ്ട്. കാരണം ഇത് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇസ്രയേൽ തങ്ങളുടെ നാട്ടിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് അവർ പോകണം എന്ന് പറഞ്ഞ് ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രതിഷേധമാണ് ഇന്തിഫാദ. ഒന്നാമത് ഇന്തിഫാദ 1987 മുതൽ 93 വരെയായിരുന്നു. രണ്ടാമത്തെ ഇന്തിഫാദ 2000 മുതൽ 2005 വരെയായിരുന്നു. ഇതിൽ ആദ്യത്തേതും രണ്ടാമത്തേതും സമാധാനപരമായിരുന്നില്ല. എന്നാൽ രണ്ടാമത്തേതുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് കുറച്ചുകൂടി സമാധാനപരമായിരുന്നു എന്ന് പറയാം. പ്രതിരോധം, പ്രതിഷേധം എന്നീ പേരുകളിലൊക്കെ അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് 2000 മുതൽ 2005 വരെ ഇന്തിഫാദയുടെ പേരിൽ നടന്നത്. ഇന്തിഫാദ എന്നത് പാലസ്തീൻ ജനതയുടെ ഒരു പ്രതിഷേധ മാർഗമാണ് എന്നൊക്കെയാണ് ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത്. എങ്കിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയ്ക്ക് ഇന്നത്തെ ഇന്തിഫാദ മാറിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അതിന്റെ പുതിയ തലത്തിലേക്ക് എത്തിയത്. അതിന് കാരണമായത് ഒക്ടോബർ 7 ദക്ഷിണ ഇസ്രയേലിലെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണമാണ്. ഏതാണ്ട് 3500-ലധികം ആൾക്കാരാണ് സൂപ്പർനോവ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള സംഗീത പരിപാടികളിൽ ഇസ്രയേലിൽ പങ്കെടുക്കുന്നത്. ഇസ്രയേലിന്റെ പ്രതിരോധ മാർഗങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിരവധി റോക്കറ്റുകളാണ് അന്ന് ഇസ്രയേലിന്റെ മണ്ണിൽ പതിച്ചത്. അതുമൂലം നിരവധി ആൾക്കാരുടെ ജീവനും നഷ്ടപ്പെട്ടു. ഇനി ഈ കേരള സർവകലാശാല യൂണിയനിലെ എൻ്റെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും ഞാൻ ആദ്യം ഒരു നമോവാകം പറഞ്ഞിരുന്നു. ആ നമോവാകത്തിന് ഒരു പ്രത്യേക കാരണമുണ്ട് എന്ന് ഞാൻ അന്നേരം തന്നെ സൂചിപ്പിച്ചിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്നതുപോലെ ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ അവിടെ കലകളുടെ ഉത്സവമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആർട്ടുണ്ട്, മ്യൂസിക്കുണ്ട്, ഡാൻസ് ഉണ്ട്, അങ്ങനെ വിവിധ തരം കലാരൂപങ്ങളുണ്ടാകും. ഏതൊരു കലോത്സവമായാലും യുവജനോത്സവമായാലും ഇത്തരത്തിലുള്ള കലകളുടെ ഒരു ആഘോഷം തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണ് എന്ന് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഇസ്രയേലിനെതിരെ ഇന്തിഫാദ നയിക്കുന്ന ഹമാസ് ആണ് ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മ്യൂസിക് ഫെസ്റ്റിവലിൽ ഒരു സംഗീത ആഘോഷത്തെ നശിപ്പിക്കുന്ന രീതിയിൽ, അവിടെ ആളപായം ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സംഗീത ആഘോഷം അല്ലെങ്കിൽ കലകളുടെ ഒരു ആഘോഷം ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഇന്തിഫാദ എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ യൂണിയനിലുള്ള എൻ്റെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും ഒരു നമോവാകം പറഞ്ഞതും. ഹമാസ് നമുക്കറിയാവുന്നതുപോലെ ലോകത്തുള്ള പല രാജ്യങ്ങളും ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് നമ്മുടെ രാജ്യത്തിൻ്റേത്. എന്നാൽ അത് ഒരിക്കലും ഹമാസിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ല. അതേപോലെ തന്നെ ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിനുള്ള എല്ലാവിധ അവകാശത്തെയും പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. നമ്മൾ ഏത് കോസിന് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് ആ കോസിന്റെ അർത്ഥം എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഒപ്പം നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം എന്താണ് എന്നത് അറിഞ്ഞിരിക്കുക എന്നതും പ്രധാനമാണ്. എന്തായാലും ഒരു സംഗീത പരിപാടിക്ക് നേരെ ആക്രമണം നടത്തി നിരപരാധികളായിട്ടുള്ള നൂറുകണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു പ്രസ്ഥാനം നിലകൊള്ളുന്നത് ഏത് ആശയത്തിന് വേണ്ടിയിട്ടാണോ ആ ആശയത്തിന്റെ പേര് തന്നെയാണ് കേരള സർവകലാശാല യൂണിയൻ ഈ ഒരു കലോത്സവത്തിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യമായിട്ട് മാത്രമേ എനിക്ക് അനുഭവപ്പെടുന്നുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെ ഉണ്ടായിരിക്കാം. എന്തായാലും തിരുവനന്തപുരത്ത് നടക്കുന്ന ഇന്തിഫാദയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഇതിന്റെ സംഘാടകരായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ നേതാക്കളായിട്ടുള്ള എൻ്റെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും വീണ്ടും നമോവാകം. ജയ് ഹിന്ദ്.